എന്താ രാമേന്ദ്ര കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഏറ്റവും ഹേർട്ട് ചെയ്ത മെസ്സേജ് പറഞ്ഞാൽ ഞാൻ ആളെ ഭയങ്കര ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് വരുന്നത് പറഞ്ഞാൽ യു ഡിസേർവ് ബെറ്റർ, ഇങ്ങനത്തെ ഒരു പെണ്ണല്ല, ആൾ നിങ്ങനെ ലിറ്ററലി യൂസ് ചെയ്യാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ, അങ്ങനത്തെ ആൾക്ക് അങ്ങനത്തെ മെസ്സേജ് അറിയാം. എനിക്ക് പുള്ളി ലിറ്ററലി എന്നെ ചീത്ത വെച്ചിട്ട് വരുന്നത് ഹോബികളാണ്. ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നിനക്കൊന്നും നാണല്ലേ ഇങ്ങനെ ഒരാൾക്ക് ആളുടെ ഊറ്റിയെടുത്ത് ജീവിക്കാൻ? ആക്ച്വലി അങ്ങനെ ഞാൻ ഇതുവരെ ക്യാഷ് വൈസോ അങ്ങനെ ഒന്നും ചെലവാക്കിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ബില്ല് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമുക്കറിയാലോ ആൾ ലിറ്ററലി ഇങ്ങനെ ചിലർക്ക് എമൗണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, നീ അവനെ കൊണ്ട് ഇത്ര പൈസ ചെലവാക്കിച്ചില്ലേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ മാത്രം ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ടല്ലേ കാണണ്ട. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഫസ്റ്റ് ഒക്കെ ഒരു വിഷമം തോന്നിയിരുന്നു, പിന്നെ അത് ശീലമായി. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. കണ്ടന്റിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇതില് ആക്ച്വലി 1% പോലും സത്യമില്ല. അവളുടെ ഐഡിയ ആണ് ഫുള്ള്. ഈ ടെസ്റ്റിംഗ് എന്നുള്ളത് എന്റെ ഐഡിയ ആണ്, പക്ഷെ ടിൻഡർ എന്നുള്ള കോൺസെപ്റ്റ് ആളുടെ ഐഡിയ ആണ്. കോപ്പേ ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. ഈ വീഡിയോ വൈറലായ സമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ പോയപ്പോൾ ഓഫ് കോഴ്സ് മമ്മിയാണെങ്കിൽ എന്നോട് പറഞ്ഞു, എന്തുകൂടെ കാണിച്ചു വെച്ചേക്കുന്നത്, നാട്ടുകാരിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, മമ്മി ഇത് കണ്ടന്റ് മാത്രമാണ്, അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. അങ്ങനെ മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവരെല്ലാം കൂളായി, ഓക്കെ ആയി. അതുകൊണ്ട് ഈ നാറ്റം മാറണമെങ്കിലേ എന്തെങ്കിലും വലുതായിട്ട് ചെയ്ത് കാണിക്കണം. ബന്ധുക്കള് അങ്ങനെ കുറെ പരിപാടിയില്ല. അവരിങ്ങനെ ഇടയ്ക്ക് നമ്മോട് ഞാൻ ചോദിക്കും, മോള് ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് മോൾ എന്തെങ്കിലും നടക്കുന്നത്. അമ്മ അത് ചിലപ്പോ എനിക്ക് ഹേർട്ട്, അമ്മ ഇങ്ങനെ എന്നോടൊന്ന് പറയും, അവരിങ്ങനെ ചോദിച്ചു ഇവരിങ്ങനെ ചോദിച്ചു, അപ്പൊ ചെറുപ്പം ഇങ്ങനെ ഹേർട്ട് ആവാറുണ്ട്. കാരണം ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ട പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും എന്റെ ദൗത്യം കഴിഞ്ഞു.